ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വേണു അമ്മാവനോടും ഹരിയോടും എല്ലാത്തിനും മാപ്പ് ചോദിക്കുകയാണ്. അമ്മാവൻ അപ്പോൾ വേണുവിനോട് പറയുന്നുണ്ട്, എൻ്റെ മകനാണെങ്കിൽ വലിയൊരു ഭാരം ചുമക്കുകയാണ്, അവൻ്റെ കൂടെ നീ എപ്പോഴും വേണമെന്നൊക്കെ പറയുന്നു. വേണു അവിടെ കൂടി നിൽക്കുന്നവരോടെല്ലാം പറയുന്നുണ്ട്, ഹരിയും വേണുവും തമ്മിൽ ഇനി ഒരു പ്രശ്നവുമില്ല, ഇനിയും അതിൻ്റെ പേരിൽ അതൊന്നും ആരും മുതലെടുക്കാനും നോക്കണ്ട എന്നൊക്കെ പറയുന്നു. ഹരിയോട് ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് വേണു അവിടെ നിന്നും പോകുന്നുണ്ട്. പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് സുജാതാമ്മ വരുന്നുണ്ട്. സുജാതാമ്മ നിത്യയോട് ചോദിക്കുന്നുണ്ട്, എല്ലാരും എന്താണ് രാഖി കെട്ടിയിരിക്കുന്നതെന്ന്. ജീവൻ അപ്പോൾ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നിത്യ കെട്ടിയിരിക്കുന്നതാണ്, ഇത് ഇവരുടെ വീട്ടിലെ ആചാരമാണെന്നൊക്കെ പറയുന്നു. ജീവൻ പറയുന്നത് കേട്ടിട്ടൊന്നും മനസ്സിലാകാതെ നിത്യ നിൽക്കുകയാണ്. സുജാതാമ്മ ഇപ്പോൾ പറയുന്നുണ്ട്, ഇത് നോർത്ത് ഇന്ത്യൻ ആചാരമല്ലേ, ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുമുണ്ടോ, മോൾക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുജാതാമ്മ അകത്തേക്ക് പോകുന്നുണ്ട്. പായസം നോക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിത്യ ജീവനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലെ ആചാരമാണെന്ന് എന്തിനാണ് അമ്മയോട് കള്ളം പറഞ്ഞതെന്നൊക്കെ. ജീവൻ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരെ വീട്ടിലൊക്കെ ചെയ്യുന്നതാണ്, അവരുടെ അച്ഛന് വേണ്ടി കൂടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുമ്പോൾ അച്ഛന് കൂടി നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മ ഇതൊന്നും സമ്മതിക്കത്തില്ല, അതാണ് ജ്യോതിഷിന്റെ പേരിലും അതുപോലെ തന്റെ പേരിലും പറഞ്ഞതെന്നൊക്കെ പറയുന്നു. നിത്യയുടെ അച്ഛൻ സന്തോഷമായിട്ട് തൻ്റെ കൂടെ ജീവിക്കണ്ടേ, അതിനുവേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ നിത്യക്ക് സന്തോഷമാകുന്നുണ്ട്. ജീവനെ വിശ്വസിക്കുകയാണ് നിത്യ. ജ്യോതി താഴേക്ക് വരുമ്പോൾ സാറയുടെ കസിൻ മനുവിനെ കാണുന്നുണ്ട്. മനുവിനെ ആണെങ്കിൽ ജ്യോതിക്ക് അറിയാവുന്നതാണ്, ജ്യോതിയുടെ സീനിയറായിട്ട് പഠിച്ചതാണ്. രണ്ടുപേരും ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ജ്യോതി ജീവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ജീവനാണെങ്കിൽ അവനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ജീവൻ പറയുന്നുണ്ട്, ബഹളമൊന്നും വെക്കാൻ പാടില്ല എന്നൊക്കെ. ജ്യോതി അപ്പോൾ മനുവിനോട് പറയുന്നുണ്ട്, റൂമിലേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്നൊക്കെ. ജീവൻ അപ്പോൾ അതും തടയുന്നുണ്ട്, പൂജയ്ക്ക് ഇവിടെ എല്ലാവരും നിൽക്കണമെന്നൊക്കെ പറയുന്നു. ജ്യോതിയും മനുവും മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് രഘുവും വരുന്നുണ്ട്. രഘുവിനെ ജ്യോതി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ജ്യോതിയും മനുവും സംസാരിക്കുന്നതൊന്നും ജീവൻ ഇഷ്ടപ്പെടുന്നില്ല. ശേഷം കാണിക്കുന്നത് വീണ മോഡലിംഗ് ആയിട്ട് ഫോട്ടോ എടുത്ത് അവർ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വീണയുടെ ഫോട്ടോ മോഡലായിട്ട് ഫാഷന്റെ മാഗസിനിൽ വരുന്നുണ്ടെന്ന് പറയുന്നു. കവർ പേജിലെ മോഡലായിട്ടാണ് വരുന്നതെന്നും പറയുന്നു. അത് കേൾക്കുമ്പോൾ വീണയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. വീണയെ പ്രൊഡ്യൂസർ വിളിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. ഇന്ന് വേണമെങ്കിൽ ഒരു പാർട്ടി തന്നെ അതിന് അറേഞ്ച് ചെയ്യാമെന്നൊക്കെ പറയുന്നു. വീണ വരുമോ എന്നൊക്കെ ചോദിക്കുന്നു. വീണയ്ക്ക് ഇത് ഏറ്റവും നല്ല ചാൻസ് ആണെന്നൊക്കെ പറയുന്നു. വീണ വരാമെന്നൊക്കെ സമ്മതിച്ചിട്ട് ഫോൺ വെക്കുന്നു. പിന്നീട് പൂജാ സമയത്ത് ജ്യോതിഷൻ ജീവന് ചന്ദനം തൊട്ട് കൊടുക്കുന്നു. അതിനുശേഷം നിത്യയ്ക്ക് തൊട്ട് കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്ക് ജീവൻ ആ കൈ തടയുകയാണ്. ജീവൻ അങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നു. സുജാത ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ അങ്ങനെ ചെയ്തതെന്ന്. ജീവൻ അപ്പോൾ തിരുമേനിയോട് പറയുകയാണ്, നിത്യയ്ക്ക് ഞാൻ തന്നെ തൊട്ട് കൊടുത്തോട്ടെ, എൻ്റെ ഒരാഗ്രഹമാണെന്നൊക്കെ പറയുന്നു. ജ്യോതിഷൻ അപ്പോൾ തൊട്ട് കൊടുത്തോളാം എന്ന് പറയുന്നു. സുജാത അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മകന് മോളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന്. ജീവൻ നിത്യയ്ക്ക് ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. നിത്യയ്ക്കും സന്തോഷമാകുന്നു. നിത്യയുടെ അച്ഛൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വഴിയാണെങ്കിൽ കൊച്ചച്ഛൻ ചെല്ലുന്നുണ്ട്. ഏട്ടൻ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. നിത്യയുടെ അച്ഛൻ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു. സ്വാനന്ദൻ പറയുന്നുണ്ട്, ഞാനും ആ വഴിക്കാണ്, വണ്ടിയിൽ കയറാനെന്ന് പറയുന്നു. നിത്യയുടെ അച്ഛൻ ഞാൻ കയറുന്നില്ല, തനിച്ചു പൊക്കോളാമെന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. കുറച്ച് നടക്കുമ്പോഴേക്കും വയ്യാതാകുന്നുണ്ട്. ഉടനെ തന്നെ ശിവാനന്ദൻ ബൈക്കുമായിട്ട് അടുത്തു പോയി നിൽക്കുന്നുണ്ട്. നിത്യയുടെ അച്ഛൻ അപ്പോൾ ഒന്നും മിണ്ടാതെ ബൈക്കിൽ കയറുന്നു. ശിവാനന്ദൻ അപ്പോൾ കൈയെടുത്ത് തോളിലൊക്കെ വെപ്പിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു. ഹരിയും അമ്മാവനും നാട്ടുകാർക്കൊക്കെ ആഹാരം കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരും വീണയെ തിരക്കുന്നുണ്ട്. അമ്മാവൻ അപ്പോൾ ഹരിയോട് വീണയെ വിളിച്ചിട്ട് വരാനെന്നൊക്കെ പറയുന്നു. ഹരി വീണയുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ വീണയെ കാണുന്നില്ല. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫുമാണ്. അതേസമയം വീണയാണെങ്കിൽ ഫംഗ്ഷന് പോയിരിക്കുകയാണ്. വീണയാണെങ്കിൽ എല്ലാവർക്കും പ്രൊഡ്യൂസർ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അമ്മാവൻ ഹരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, വീണ എവിടെയെന്ന്. ഹരി അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ എങ്ങും കാണുന്നില്ല, പുറത്തു പോയതാണോ എന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നു. അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട്, ഇവള് നമ്മളെ നാണം കെടുത്തുമല്ലോ എന്നൊക്കെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ നോക്കാൻ വേണ്ടി പോകുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്